ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു എഗ് ഫാമിംഗ് ചെയ്തുകൊണ്ട് നമുക്ക് ക്രിപ്റ്റോ ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി എയർ ഡ്രോപ്പിനെ കുറിച്ചാണ്. ഈ ഒരു പ്രോജക്റ്റ് ഓൾറെഡി നമ്മുടെ നോട്ട് കോയിനൊക്കെ ആയിട്ട് പാർട്ട്ണർഷിപ്പ് അനൗൺസ് ചെയ്തിട്ടുള്ളൊരു പ്രോജക്റ്റാണ്. മാത്രമല്ല ഒരു ഇൻട്രസ്റ്റിംഗ് ഒരു ചിക്കൻ എഗ് ഫാമിംഗ് ഗെയിം ആണ് നമുക്കിതിൽ കളിക്കാനായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ, നമുക്ക് അപ്പോൾ ഈ ഒരു പ്രോജക്റ്റിൽ എങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം, ഈ ഒരു ഗെയിം എങ്ങനെ കളിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കാം. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ലിങ്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഇൻ്റർഫേസ് ആണ് നമുക്ക് ലഭിക്കുന്നത്. ഇത് നമുക്ക് രണ്ട് രീതി ചെയ്യാം. ഒന്നെങ്കിൽ അവരെ വെബ്സൈറ്റ് ത്രൂ നമുക്ക് ഫാം ചെയ്യാം, അല്ലെങ്കിൽ ടെലിഗ്രാം ബോട്ട്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് എങ്ങനെ എടുക്കാമെന്ന് ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ ഒരു ഹോം പേജിൽ വരിക. അവരുടെ ടെലിഗ്രാമിൽ തന്നെ നമുക്കൊരു ട്വിറ്റർ ഉണ്ടാവും, ഗ്രൂപ്പ് ചാറ്റ്, അതുപോലെ വെബ്സൈറ്റ് എന്ന് കാണാം. ആ ഒരു വെബ്സൈറ്റ് എന്ന ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവർ ഡയറക്റ്റ് വെബ്സൈറ്റിലേക്ക് പോകും. അങ്ങനെ ജസ്റ്റ് പ്ലേ ഗെയിം കൊടുക്കാം. ഓക്കെ, അപ്പോൾ അവർ ഇതുപോലെ നമുക്ക് ലോഡായിട്ട് വരും. ഞാനെപ്പോഴും റെക്കമെൻഡ് ചെയ്യുക വെബ്സൈറ്റ് ത്രൂ ചെയ്യാനായിട്ടാണ്. കാരണം അതിൽ നമുക്ക് കൂടുതൽ ഓപ്ഷൻസ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമ്മുടെ ബോട്ട് ഇവിടെ ലോഡായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇങ്ങനൊരു പസിലാണ് കാണും. അപ്പോൾ ഇത് ജസ്റ്റ് മുകളിലുള്ള ഓർഡർ അനുസരിച്ച് ജസ്റ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് സബ്മിറ്റ് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ജസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ജസ്റ്റ് നമ്മൾ സബ്മിറ്റ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ ഗെയിമിൻ്റെ ഇൻ്റർഫേസ് വരുന്നത്. ജസ്റ്റ് ഈ ഒരു എഗ്ഗിൽ നമ്മൾ ടാപ്പ് ചെയ്തുകൊണ്ട് ഇത് വിരിയിക്കണം. അതായത് നമ്മൾ ജസ്റ്റ് മുട്ട വിരിയിക്കുന്ന പോലെ തന്നെ ജസ്റ്റ് ചെയ്യാം. ജസ്റ്റ് ഇൻസ്ട്രക്ഷൻസൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. അതുപോലെ ഈ ഒരു പറക്കുന്ന ഇത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എഗ്സ്, അതുപോലെ ജെംസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റിവാർഡായിട്ട് കിട്ടും. അത് ജസ്റ്റ് കളക്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൊഫൈൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. താഴെ നിങ്ങൾക്കൊരു എഗ്ഗ് വാല്യൂ കാണാം. ആ ഒരു എഗ്ഗ് നമ്മൾ ജസ്റ്റ് ടാപ്പ് ചെയ്തുകൊണ്ട് അത് വിരിയിക്കുക, അതായത് ഹാച്ച് ചെയ്യിപ്പിക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഈ ഒരു ഇതിൽ ചെയ്യേണ്ടത്. ഇനി അടുത്ത ഓപ്ഷൻസ് എന്തൊക്കെയുള്ളത് നമുക്ക് ജസ്റ്റ് നോക്കാം. ഇനി ഇത് നമുക്ക് ഓട്ടോ ഹാച്ച് ഇനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഒരു എഗ്ഗ് വിരിയും. നമ്മളൊന്നും ജസ്റ്റ് ചെയ്യേണ്ടതില്ല. അതിനായിട്ട് നമുക്ക് ഓട്ടോ ഹാച്ച് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഡയമണ്ട് കൊടുത്ത് ബൈ ചെയ്യാനാണുള്ളത്. ഒരു 3900 ഡയമണ്ടാണ് ഇതിന് നമുക്ക് വേണ്ടത്. ഓക്കെ, അപ്പോൾ അതൊക്കെ നമുക്ക് എങ്ങനെ കളക്ട് ചെയ്യാന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ഗെയിമിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ എഗ് വാല്യൂ ആണ്. അത് നമുക്ക് പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ കാണാനായിട്ട് പറ്റും. അപ്പോൾ എൻ്റെ ഇപ്പോൾ ഒരു 55 മില്യൺ ആണ്. ഇതിൻ്റെ സെക്കൻഡ് അക്കൗണ്ടാണ്. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് വീഡിയോ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ എഗ് വാല്യൂ ഇൻക്രീസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഈ ഒരു ഗെയിം ജസ്റ്റ് കളിച്ചുകൊണ്ടിരുന്നാൽ മതി. ഇനി അടുത്തൊരു ഓപ്ഷൻ നമുക്കുള്ളത് ഈ ഒരു സൈഡിൽ മിഷൻ എന്ന് പറഞ്ഞ ഒരു ബട്ടൺ ഉണ്ട്. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ജസ്റ്റ് നെക്സ്റ്റ് കൊടുക്കുക, ട്രൈ നൗ. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് കുറച്ച് കാര്യങ്ങളുണ്ട്. ഡെയിലി ചെക്ക് ഇൻ ഗെയിം ഉണ്ട്. അതായത് ഡെയിലി നമ്മൾ ഈ ഒരു ഗെയിമിൽ കയറി ചെക്ക് ഇൻ കൊടുത്തു കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആവും. അതുപോലെ പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ ഇൻവൈറ്റ് ഫ്രണ്ടിനെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ടും നമുക്ക് ഏൺ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതിൽ 5 ജെംസാണ് നമുക്ക് കിട്ടുന്നത് ഒരു ഫ്രണ്ടിനെ ഇൻവൈറ്റ് ചെയ്താൽ. അതുപോലെ പ്രീമിയം ഉള്ള മെമ്പർഷിപ്പുള്ള ഫ്രണ്ടാണെങ്കിൽ 10 ജെംസ് കിട്ടും. ഓക്കെ, അപ്പോൾ അത് ജസ്റ്റ് നിങ്ങൾ ചെയ്യാം. അതുപോലെ താഴെ കുറേ സോഷ്യൽ ടാസ്ക് ഉണ്ട്. ഇവരെ ട്വിറ്റർ ഫോളോ ചെയ്യുക, അതുപോലെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഇങ്ങനെയുള്ള ജസ്റ്റ് സിമ്പിളായിട്ടുള്ള ടാസ്ക്കാണ്. അപ്പോൾ അതൊക്കെ ജസ്റ്റ് കംപ്ലീറ്റ് ചെയ്ത് വെക്കുക. ഇനി അടുത്ത ഓപ്ഷൻ അംബാസിഡർ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും കുറച്ച് ടാസ്കുകൾ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് സിമ്പിളാണ്. ജസ്റ്റ് ക്ലിക്ക് ചെയ്താണ് ബാക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്കത് കംപ്ലീറ്റ് ആവും. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഇവിടെ ഒന്ന് സെലക്ട് ചെയ്തു. അതിനുശേഷം വീണ്ടും ഗെയിമിലേക്ക് വന്നു. ജസ്റ്റ് വീണ്ടും അതിലൊന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ജെംസ് കളക്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് ജസ്റ്റ് കംപ്ലീറ്റ് ചെയ്ത് വെക്കാം. നമുക്ക് ഫ്രീ ആയിട്ട് ജെംസ് ഏൺ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടിയാണ്. അപ്പോൾ അത് മിസ് ചെയ്യാതിരിക്കുക. അതുപോലെ എക്സ്ചേഞ്ചസ് ഉണ്ട്. ഇതും സിമ്പിളായിട്ട് അതുപോലെ തന്നെ ജസ്റ്റ് ഗോ കൊടുക്കുക, ബാക്ക് അടിക്കുക. ഈ ഒരു പ്രോസസ്സിൽ തന്നെ നമുക്ക് വെരിഫൈ എന്ന് വരും. കുറച്ച് കഴിഞ്ഞാൽ നമുക്കത് കളക്റ്റ് ആവും. അതുപോലെ അടുത്ത ഓപ്ഷനാണ് അച്ചീവ്മെൻറ്റ്സ്. ഇത് നമ്മൾ ഗെയിം കളിക്കുന്നതിനനുസരിച്ച് ഓരോന്നായിട്ട് നമുക്ക് അൺലോക്ക് ആയിട്ട് വരും. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ഈ ഒരു സൈഡിൽ കാണുന്ന ജെംസൊക്കെ ക്ലെയിം ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് അടുത്ത ചലഞ്ചാണ്. ഇതിൽ നമുക്ക് ഓരോന്നായിട്ട് നോക്കുകയാണെങ്കിൽ ക്യുമുലേറ്റീവ്
അല്ല കണ്ടിന്യൂസ് ചെക്ക് ഇൻ ഉണ്ട്. അത് നമുക്ക് ഡേ 1 ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞാൽ 5 ജെംസ്, അതുപോലെ ഡേ 2 ഡേ 3 അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകും. അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെക്ക് ഇൻ ചെയ്യാനായിട്ട് അതുപോലെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാലും ജെംസ് കിട്ടും, അതുപോലെ ഇൻവൈറ്റ് ചെയ്ത് കഴിഞ്ഞാലും. ഇപ്പോൾ ഈ ഒരു മെത്തേഡിലൂടെയാണ് നമുക്ക് ഫ്രീ ആയിട്ട് ഈ ഒരു ജെംസ് ഏൺ ചെയ്യാനായിട്ട് പറ്റുക. അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ജെം വാല്യൂ കൂടും. ഓക്കെ, നിങ്ങൾ അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ പർച്ചേസ് ചെയ്യാണ്. ഇത് ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. നമ്മൾ മാക്സിമം ഫ്രീ ആയിട്ട് തന്നെ ജെംസ് ഏൺ ചെയ്യുക. അതുപോലെ തന്നെ അത് കിട്ടിയതിന് ശേഷം നമ്മൾ ഈ ഒരു ഇത് പർച്ചേസ് ചെയ്യുക, ഓട്ടോ ഹാച്ച് പർച്ചേസ് ചെയ്യാം. ഓക്കെ, എങ്കിൽ മാത്രമേ നമുക്ക് കൂടുതൽ പോയിൻറ്റ്സും അതുപോലെ നമ്മളെ പ്രൊഫൈലൊക്കെ ഇൻക്രീസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതെല്ലാവരും പർച്ചേസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇനി അടുത്ത ഓപ്ഷൻ നമുക്ക് നോക്കാം. ലാബ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട്. അതിൽ നമുക്ക് കയറി കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങൾ ഇതൊക്കെ അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് പറ്റും. അതായത് നമുക്കിപ്പോൾ വേം അബണ്ടൻസ്, ഇങ്ങനെ ഡയറക്ടറി എൻഹാൻസ്മെൻറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കറൻസി കൊടുത്തിട്ട് അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് പറ്റും. ആ കറൻസി നമുക്ക് എങ്ങനെ ഏൺ ചെയ്യാം എന്നുള്ളത് കാണിക്കാം. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ഡെയിലി ചെക്ക് ഇൻ ഡെയിലി നമ്മൾ ഈ ഒരു ഗെയിം ലോഗിൻ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ഫ്രീ ആയിട്ട് കറൻസി കിട്ടും. അതുപോലെ ഇങ്ങനെ എഗ്ഗ് അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ജസ്റ്റ് അപ്ഗ്രേഡ് എഗ്ഗ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മളെ എഗ്ഗ് ഇവിടെ റെഡായിട്ട് കൺവേർട്ട് ആയിട്ടുണ്ട്. ഇങ്ങനെ എഗ്ഗ് വാല്യൂ ഇൻക്രീസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇനി അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ റാങ്ക്. ഈ ഒരു റാങ്ക് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കറൻറ്റ് റാങ്ക് എന്താണ്, ലെവൽ, ഫാം ലെവൽ എന്താണ്, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസൊക്കെ ഇവിടെ കാണാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത കറൻസി ഏൺ ചെയ്യാനുള്ളൊരു അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എഗ്ഗ് സെല് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എഗ്ഗ് സെല് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ മുകളിൽ സെൽ എഗ്ഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, റെഡ് ബട്ടൺ. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അങ്ങനെ നമുക്ക് എത്ര എഗ്ഗാണോ സെല് ചെയ്യേണ്ടത് അത് ഒരു ഇത് പ്ലസ് ആൻഡ് മൈനസ് വെച്ച് സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് സെൽ എഗ്ഗ് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും നമുക്ക് ഇത്രയും കറൻസി അല്ലെങ്കിൽ നമുക്കവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മുകളിൽ നമുക്ക് കറൻസി കൂടിയതായിട്ട് കാണാനായിട്ട് പറ്റും. ഇനി അത് വെച്ചിട്ട് നമുക്ക് ഇവിടെ ലാബിൽ നമുക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ അപ്ഗ്രേഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മളെ എഗ്ഗ് ഹാച്ചിങ് ലെവലൊക്കെ കൂടും. നമുക്ക് ഇവിടെ ഫാം വാല്യൂ പെട്ടെന്ന് ഇൻക്രീസ് ആവാനായിട്ട് സഹായിക്കും. അപ്പോൾ ഈ ഒരു കാര്യം കൂടി എല്ലാവരും ചെയ്തു വെക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഗെയിമിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക, ഞാൻ തീർച്ചയായിട്ടും റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അതുപോലെ ഈ ഒരു എയർ ഡ്രോപ്പിൻ്റെ ബാക്കി ഡീറ്റെയിൽസും ഫ്യൂച്ചർ കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് നമ്മൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് വെക്കുക. ഗ്രൂപ്പിലെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ജോയിൻ ചെയ്ത് വെക്കുക. ഗൈസ്, വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.